ഹായ്, ഞാൻ ഹീലർ ഷാജഹാൻ. വെൽക്കം ടു അക്യു ഹീൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അസിഡിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മളിൽ കൂടുതൽ പേരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അസിഡിറ്റി. ഇത് കാരണം നെഞ്ചെരിച്ചിൽ, തൊണ്ടവേദന, മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിലുള്ള വ്യത്യാസങ്ങളാണ് അസിഡിറ്റി കൂട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് ആ രീതികൾ? നമുക്കറിയാം, ഇപ്പോൾ ഭക്ഷണ ശൈലി പാടെ മാറിക്കഴിഞ്ഞു. പഴയ രീതിയിലുള്ള ഭക്ഷണ ശീലങ്ങളോ മറ്റോ അല്ല ഇപ്പോൾ പിന്തുടരുന്നത്. പണ്ട് ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നാച്ചുറലായ ഭക്ഷണങ്ങളായിരുന്നു. എന്നാൽ ആർട്ടിഫിഷ്യലായ കൂടുതൽ ഭക്ഷണങ്ങൾ ഇന്ന് നമ്മുടെ തീൻമേശയിലും നമ്മുടെ ഡെയിലി ഭക്ഷണങ്ങളായിട്ടും നമ്മൾ ഭുജിക്കാറുണ്ട്. എന്നാൽ ഈ ഭക്ഷണ ശൈലികൾ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമ്മൾ ബോധത്തോടെ ചിന്തിക്കാറോ, അത് നമ്മുടെ ശരീരത്തിന്റെ എനർജിയാക്കി മാറ്റപ്പെടേണ്ട ഭക്ഷണമാണെന്നും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുക വഴി അതിൽ നിന്നുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കണം എന്ന രീതിയിൽ ചിന്തിക്കാറോ ഇല്ല. നമ്മൾ കിട്ടുന്ന ഭക്ഷണങ്ങളും നാവിന്റെ രുചിയും നോക്കി മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിവേകത്തോടെ ചിന്തിച്ച് ഭക്ഷിച്ച് ആരോഗ്യത്തിന് ഗുണകരമായ രീതിയിൽ ഭക്ഷണത്തെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അസിഡിറ്റി കൂട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അസിഡിറ്റി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സ്റ്റൊമക്കിൽ ചൂട് കൂടുന്ന അവസ്ഥയാണ് അസിഡിറ്റി. ഇതിന്റെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി ആസിഡ് രൂപത്തിലാണ്. നമ്മുടെ സ്റ്റൊമക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് അധികമാവുമ്പോൾ അത് അസിഡിറ്റിയായി നമുക്ക് അനുഭവപ്പെടുന്നു. ഈ ആസിഡിന്റെ പ്രവർത്തന ഫലമായി നെഞ്ചെരിച്ചിലും ആ ചൂട് തൊണ്ടയിലേക്ക് കയറുമ്പോൾ തൊണ്ടവേദനയായിട്ടും പല ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇത് ചൂടുള്ള ഏമ്പക്കമായി തൊണ്ടയിലും നെഞ്ചിലുമൊക്കെ മാറി മാറി വരുമ്പോൾ ആ ഭാഗത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണ ശൈലിയിൽ ശ്രദ്ധിക്കേണ്ടത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നതാണ്. വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത് നമ്മൾ കുറെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പ്രസ്താവിച്ചതാണ്. കാരണം ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, വിശപ്പില്ലാതെ കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അത് നമ്മൾ കിട്ടുന്ന സമയത്ത് എന്താ ഏതാവൊന്നും നോക്കാതെ, വിശപ്പുണ്ടോ വിശപ്പില്ലേ ഒന്നും നോക്കാതെ നമ്മൾ ഭക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും അതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യാറുണ്ട്. ഭക്ഷണങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ വിവേകം ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം അസിഡിറ്റി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്. കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്തുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പഞ്ചസാര, മധുരം കൂടിയ ഭക്ഷണങ്ങൾ, പഞ്ചസാര കൊണ്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, പഞ്ചസാര ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുമ്പോൾ ഇതൊക്കെ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കലും നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കലുമാണ്. അസിഡിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന മാത്രം ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കരുത്. ഉദാഹരണം, നമ്മൾ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്. വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ദിനേന ഉപയോഗിക്കരുത്. അതിനെ മിതപ്പെടുത്തുകയും ആൽക്കലൈൻ ഫുഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുകയും ചെയ്യണം. സാലഡ് രൂപത്തിലോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടേണ്ടതുണ്ട്. വെറും കരിച്ചതും പൊരിച്ചതുമായ മാംസാദികൾ മാത്രം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഒരു ശീലമാക്കി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, അതുപോലെ പുറത്തുനിന്ന് കിട്ടുന്ന ഓയിലി ഫുഡുകൾ മാത്രം ഭക്ഷിച്ച് അത് മാത്രമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ അധികരിക്കാൻ കാരണമായി തീരുന്നതാണ്. അസിഡിറ്റി, നെഞ്ചെരിച്ചിലൊക്കെ കൂടുതൽ അനുഭവപ്പെടാൻ കാരണമായി തീരുന്നതാണ്. അതുപോലെ പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ,
മൈദ ഉപയോഗിച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് അതുപോലുള്ള മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടുതലായി ദിവസേന ഉപയോഗിക്കുമ്പോഴും ഈ അസിഡിറ്റി കൂടുതലാവാൻ കാരണമാവുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ഈ അസിഡിറ്റി കൂടാൻ കാരണം, വേറെയും ചില ഘടകങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ്, ഗ്യാസ് ട്രബിളും അസിഡിറ്റി കൂട്ടുന്ന മരുന്നുകളുണ്ട്. അതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ വേറെ അസിഡിറ്റി കൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ആൽക്കഹോളുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ആൽക്കഹോളുകൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ, അതുപോലെ കെമിക്കൽസ്, ഡ്രഗ്സ് ഇതൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് സ്വാഭാവികമായ ദഹനമൊന്നും അത് നടത്താൻ കഴിയില്ല. ഇതൊക്കെ ടോക്സിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ലിവറിനും സ്റ്റൊമക്കിനും കിഡ്നിക്കൊക്കെ കൂടുതൽ വർക്ക് കൂടുകയും അതുപോലെ തന്നെ അതിൻ്റെ ചൂട് അധികരിക്കുകയും അത് കാരണമായി തന്നെ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡുകൾ കൂടുതലാവുകയൊക്കെ ചെയ്യും. ഇതും അസിഡിറ്റിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. വേറെ ഒരു കാരണം രാത്രി വൈകി ഉറങ്ങലാണ്. രാത്രി നേരത്തെ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് വേണ്ട റെസ്റ്റ് കിട്ടുന്നത്. വൈകി ഉറങ്ങുമ്പോൾ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ചൂടും തണുപ്പും ബാലൻസ് ആവാത്ത ഒരവസ്ഥ വരികയും ശരീരത്തിൽ ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥ വരികയും അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിന്റെയും സ്പ്ലീനിന്റെയും പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമ്പോൾ അതും നമ്മുടെ സ്റ്റൊമക്കിന്റെ എനർജിയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതൊക്കെ ഇതിനൊരു കാരണമായി തീരുന്നതാണ്. ഇങ്ങനെ അസിഡിറ്റിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ അനേകമാണെങ്കിലും നമുക്ക് അതിനൊക്കെ പരിഹാരങ്ങളുമുണ്ട്. അതിന്റെ പരിഹാരങ്ങൾ എന്താണ്? നമ്മുടെ ഭക്ഷണക്രമം നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നതും കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളൊക്കെ മിതപ്പെടുത്തുക, അതൊക്കെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുക. അതുപോലെ എണ്ണക്കടികൾ, ഓയിലി ഫുഡുകൾ, മറ്റു ഓയിലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ മിതപ്പെടുത്തുക, സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ആൽക്കലൈൻ ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, സാലഡ് രൂപത്തിലൊക്കെ ഉൾപ്പെടുത്തുക. കുമ്പളങ്ങ ജ്യൂസ്, കക്കരി ജ്യൂസ് ഇതൊക്കെ നമ്മൾ ഈ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്ന സമയത്ത്, വയറ് കാലിയായി നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കുടിക്കുക. ഇതൊക്കെ ഇതിന് പരിഹാരമാണ്. പിന്നെ ഏത് ചികിത്സയാണ് തിരഞ്ഞെടുക്കേണ്ടത്? മരുന്ന് കഴിക്കുന്ന ചികിത്സകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായ ഒരു ചികിത്സാ രീതിയാണ്. അതിന്റെ സൈഡ് എഫക്റ്റും അതുപോലെ അത് കാരണമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വീണ്ടും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ മരുന്നില്ലാത്ത ചികിത്സകൾ തിരഞ്ഞെടുക്കുക. അക്യുപഞ്ചർ ചികിത്സ നല്ലൊരു ചികിത്സയാണ്. നമ്മുടെ സ്റ്റൊമക്കിന്റെയും സ്പ്ലീനിന്റെയും ഒക്കെ എനർജി നിലനിർത്താൻ അക്യുപഞ്ചർ ചികിത്സ കൊണ്ട് സാധ്യമാവുന്നതും അസിഡിറ്റി കുറയ്ക്കാനും അതുപോലെ വയറ് സംബന്ധമായ എന്ത് ബുദ്ധിമുട്ടുകൾക്കും അക്യുപഞ്ചർ ചികിത്സ ഒരു പരിഹാരം തന്നെയാണ്. അസിഡിറ്റി കൂടുതലുള്ളവർ പാലുൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാവുന്നതാണ്. ഇതുപോലത്തെ വീഡിയോ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി ഇതിന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. തുടർന്ന് ആരോഗ്യത്തെ പറ്റിയുള്ള ഒരുപാട് അറിവുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.